മച്ചാമാരെ ഇത് കണ്ടങ്ങള് കുറേ കാലങ്ങൾക്ക് ശേഷം നമ്മുടെ വിൻറ്റേജ് മോഹൻലാലിനെ കണ്ടു നമ്മൾ. അടിപൊളി മാസ് ക്ലാസ് ഫാമിലി എൻ്റർടൈനർ ക്രൈം ത്രില്ലർ എല്ലാ കണത്തിലും പെടുത്താം. സൂപ്പർ പടം. എന്താ അഭിപ്രായം അറിയോ? അടിപൊളി പടം, സൂപ്പർ. നമ്മളെ മേജർ ബായ്ക്ക് എന്ന് പറയാണ്ട് മേജർ ബായിന്റെ കാര്യം എന്താ വെച്ചാൽ പറയും. മോഹൻലാലിനെ വെല്ലുവിളിക്കാൻ ഒരു മമ്മൂട്ടിക്കും കഴിയില്ല, ഒരു ജയറാമിനും കഴിയില്ല, ഒരു സുരേഷ് ഗോപിക്കും കഴിയില്ല. അതാണ് പടം. എങ്ങനെയുണ്ട്? അടിപൊളി പടം. നമ്മൾ കണ്ടില്ലേ? മോഹൻലാലിന്റെ പോടാ മോനെ ദിനേശ ആ സ്റ്റൈലിലാണ് ഇപ്പോഴത്തെ പടം. അതാണ് മോഹൻലാൽ കൂട്ടുകെട്ട് അതിമനോഹരമായി സൂപ്പറായി. ആ പടം പൊളിച്ചടക്കി തൂക്കി. ലാലേട്ടന്റെ അതിൽ ഇനിയും പ്രതീക്ഷിക്കാണ്ട് മക്കളെ. പടം കാണി. നൈസ് പടം. പടം കാണണമെങ്കിൽ നിങ്ങൾ മോഹൻലാലിന്റെയും കുടുംബപരമായിട്ടുള്ള പടം കാണുകയാണെങ്കിൽ മോഹൻലാലിൻ്റെയും മമ്മൂട്ടിൻ്റെ ഒക്കെ പടം കാണണം. പക്ഷെ മറ്റുള്ള രീതിയിലുള്ള പടം എന്ന് പറഞ്ഞാൽ ആ രീതിയിൽ നമുക്ക് കാണാൻ കഴിയില്ല. ഫിറ്റ്നസിന്റെ കാര്യത്തിലാണ് വെച്ചാൽ പക്ക. നമ്മൾ എങ്ങനെയാണോ ലാലേട്ടനെ പ്രതീക്ഷിച്ചത് ആ രീതിയിലുള്ള ലാലേട്ടനെ നമുക്ക് കിട്ടിയിട്ടുള്ളത്. പിന്നെ ആ പടത്തിലെ വില്ലൻ പക്ക വില്ലൻ. നമുക്ക് അതിനെ ഇഞ്ചി ചതക്കണ പോലെ ചതയ്ക്കാൻ തോന്നും. എന്തായാലും തരുൺമൂർത്തി എടുത്ത പടം ഉണ്ടല്ലോ പക്കയായി. നല്ല മേക്കിങ്, നല്ല കഥ, നമ്മുടെ ലാലേട്ടൻ്റെ നല്ല ആക്ഷൻ, ബോഡി ഫിറ്റ്നസ് എല്ലാം കൊണ്ടും നിങ്ങൾ കാണാത്തവരുണ്ട് ചിലത് ഇപ്പം ചൂടാറണയാകുമ്പോൾ പോയി കണ്ടോളി. അടിപൊളി പടമാണ്. പക്ക നല്ലൊരു മാസ് എൻ്റർടൈനർ. നിങ്ങൾ കണ്ടു നോക്കി എന്നിട്ട് പറയാം. ഓക്കെ, എല്ലാം കൊണ്ടും പടം ഉഷാറാണ്.